എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി, കോഴിക്കോട് വീട്ടിലാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് നോൺ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം, അതായത് കൂടുതൽ ബട്ടർ ഉപയോഗിക്കാതെയും എളുപ്പത്തിലും ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബട്ടർ ചിക്കൻ. അതിന് വേണ്ടുന്നത് ചിക്കനെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി ചതച്ചത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് സവാളയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഒന്ന് മൂപ്പായിട്ട് വരുമ്പോൾ, പച്ചമണം മാറി വരുമ്പോൾ സവാള കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം. തക്കാളി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, മറ്റൊന്നുകൊണ്ടുമല്ല. തക്കാളി ഇല്ലാതെ ഉണ്ടാക്കുന്ന രുചി വേറെയാണ്, തക്കാളി ചേർത്താൽ രുചി വേറെയാണ്. അതുകൊണ്ട് തക്കാളി ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഈ മസാലയെല്ലാം പുരട്ടി വെച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പുപൊടി എല്ലാമാണ് ചേർത്ത് ഇപ്പോൾ ചിക്കൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഒരു 3 മണിക്കൂറായി അത് കുഴച്ച് വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിനെ ചട്ടിയിലാണ് ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. കാര്യം എന്താണെന്നറിയോ, എൻ്റെ ഈ വീട്ടിൽ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നത് വിറക് കത്തിച്ച് ചോറും കറികളൊക്കെ വെക്കുന്നതാണ്. അതിന് പ്രത്യേക രുചിയുമാണ്. അന്നൊന്നും ഗ്യാസ് ഇല്ലല്ലോ. ഗ്യാസ് കിട്ടിത്തുടങ്ങിയപ്പോഴും ചോറും കറികളൊക്കെ എൻ്റെ വീട്ടിൽ വെക്കുന്നത് അടുപ്പിൽ വിറക് കത്തിച്ചിട്ട് തന്നെയാണ്. ഒരുവിധം എല്ലാം പുറത്ത് വർക്ക് ഏരിയയിലൊരടുപ്പുണ്ട്, ആ അടുപ്പിൽ നിന്നും എല്ലാം ഉണ്ടാക്കിയെടുക്കും. അത് അപ്പോൾ നമുക്കും ചട്ടിയിൽ വെച്ച്, ഞാനിപ്പോൾ മുറ്റത്ത് നിന്നല്ല ഉണ്ടാക്കുന്നത്, ആ ഗ്യാസ് അടുപ്പിൽ തന്നെ വയ്ക്കുകയാണ്. ഭയങ്കര ചൂടും പുകയും എല്ലാം കൂടെ ഇത്തിരി സമയമാവുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ചട്ടിയിലോട്ടിട്ട് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നല്ല തിള വരുന്നത് വരെ നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് വേവിക്കാം ചിക്കന്. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പം നമുക്കതിനെ തുറന്ന് നോക്കാം. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടെ പിന്നെ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പം എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാകും. അധികം വെള്ളമൊന്നും വേണ്ട. നമ്മൾക്ക് ഗ്രേവി കുറഞ്ഞിട്ടുള്ള ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റാണ് കേട്ടോ ബട്ടർ ഇടുന്നത്. അങ്ങനെ നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. അതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ നിങ്ങളോടൊപ്പം കൂട്ടണം. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടണം, നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിക്കഴിഞ്ഞു. ഓഫ് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ, ഒരു 25 ഗ്രാം ബട്ടറേ ഞാൻ ഇടുന്നുള്ളൂ. അത് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. തിളച്ച് ഓഫ് ചെയ്ത ഉടനെ തന്നെ ബട്ടർ ഇട്ട് ഒന്ന് ഇളക്കി പൊടിച്ച് വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ആ ചൂടിൽ തന്നെ ബട്ടർ മെൽറ്റായി വന്നോളും. മെൽറ്റായി കഴിയുമ്പം ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം ബട്ടറിൻ്റെ ഫ്ലേവർ വരുമ്പോഴേ, ചൂടാറി കഴിയുമ്പോഴാണ് നല്ല രുചി ഉണ്ടാകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഒരുപാട് മസാലകളില്ലാതെ, എന്നാൽ മസാലകളുണ്ട് താനും. വളരെ കുറഞ്ഞ മസാലകൾ കൂടെ വെച്ചിട്ട് ബട്ടർ ആദ്യമേ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കരിഞ്ഞ് പുകഞ്ഞ് മണമൊന്നും വരാതെ ഫ്രഷായിട്ടുള്ള ബട്ടർ ചിക്കൻ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു.
ഇനി നമുക്ക് വേണ്ടത് ബട്ടർ ചിക്കനോടൊപ്പം കഴിക്കാൻ കുറച്ച് നൈസ് പത്തിരി കൂടി വേണം. ആ നൈസ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എടുത്തിട്ട് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം കയ്യിലൊരല്പം എണ്ണ തൂവിയിട്ട് നമുക്ക് അതിനെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് ഇളക്കി യോജിപ്പിച്ചാണ് നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുക. പൊടി നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നിന്ന് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ, പരത്താൻ, ചുട്ടെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരത്തി അത് ചുട്ടെടുത്തിട്ട് പിന്നെ ഒരു 4 കഷ്ണം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു 4 കഷ്ണം ചിക്കൻ എടുത്തൊന്ന് ഫ്രൈയും കൂടെ ചെയ്തേക്കാം. അങ്ങനെ ഫ്രൈ കൂടെ ചെയ്ത് നമുക്ക് നല്ല രുചികരമായ ബട്ടർ ചിക്കനും നൈസ് പത്തിരിയും ചിക്കൻ ഫ്രൈയും കൂട്ടി വൈകുന്നേരം നോമ്പ് തുറക്കി കഴിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നോളൂ എന്നോടൊപ്പം അത് കഴിക്കാൻ. ഇതുപോലൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ അരമണിക്കൂറിൽ എല്ലാം റെഡിയാവും. ഒരു 3-4 തവണ കഴുകലും മുറിക്കലും എല്ലാം വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മതി. അപ്പോൾ കാണുന്ന എല്ലാവരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ